മൂന്നാറിൽ നിന്ന് 6 കിലോമീറ്റർ മാത്രം നിങ്ങൾ ഇരവികുളം നാഷണൽ പാർക്കിന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നിങ്ങൾ ഇതുവഴി വന്നവർക്കറിയാം ഇവിടെ ഒരു പാലം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡൊക്കെ ഉള്ള ഒരു പാലമുണ്ട്. പെരിയൂര പാലം എന്നാണ് പറയുന്നത്. ഇത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇത് 2018 പ്രളയത്തിനും അതിനുശേഷമുണ്ടായ എല്ലാ പ്രളയങ്ങളിലും ഈ ഒരു ഏരിയ ഫുള്ള് വെള്ളത്തിൻ്റെ അടിയിലാണ്. അപ്പോൾ ഇപ്പം നിലവിൽ ആ പാലമൊക്കെ പുനർനിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ബൈപ്പാസ് റോഡുകൾ കാര്യങ്ങളൊക്കെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. 2 ടീ ഫാക്ടറി തന്നെയുണ്ട്. അപ്പോൾ അതിന് ചുറ്റുമുള്ള എല്ലാ കാഴ്ചകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കിടിലം വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ശരിക്കും നല്ലതണ്ണി പുഴയാണ്. ഇവിടെ നമുക്ക് ചുറ്റുപാട് മലനിരകൾ ഫുള്ള് തേയിലക്കാടുകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പുഴയുടെ അക്കരെ ഇതുകൊണ്ടോ ധാരാളം ലയങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളുടെയൊക്കെയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് വൈബാട്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിത് അങ്ങേറ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാലം കാണാൻ പറ്റും. ആ പാലമാണ് ഈ അടുത്ത നാൾ പുതിയതായിട്ട് പണിത്. ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഹിൽസ് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഞാനിങ്ങനെ വഴി തപ്പി നടക്കുമായിരുന്നു. ഈ പുഴയ്ക്കുള്ളിലൊന്ന് ഇറങ്ങണം. അത്ര മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് അവിടെ നമ്മളിത് ഈ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ കാണുന്ന ഇടവഴികളെ നമുക്കൊന്ന് താഴേക്ക് ഇറങ്ങിപ്പോകാം അല്ലേ. നമ്മൾ റോട്ടിൽ നിന്ന് കണ്ടാൽ അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനെന്താ ഈ പുഴയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നേക്കും കേട്ടോ. അപ്പോൾ നോക്കിയാൽ എത്ര രസകരമായ ഒരു കാഴ്ചയാണ് നോക്കി. ആ കൊച്ചു പുഴയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ തേയിലക്കാടുകളും അല്ലേ, ഭയങ്കര രസകരമായ ഒരു കാഴ്ച കേട്ടോ. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരുപാട് ധാരാളം നല്ല മിനുസപ്പെട്ട കല്ലുകൾ ഈ മേഖലയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് അക്വേറിയമൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ധാരാളം കല്ലുകൾ നമുക്ക് ഇങ്ങനെ പെറുക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ആ ഒരു മരത്തിൻ്റെ കമ്പൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ മേഖലയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് ഫുള്ള് കാടാണ്. കാടെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഒരു സൈഡാണ്. ഈ ഒരു സൈഡ് നമുക്ക് ഫുള്ള് എസ്റ്റേറ്റ് ആണ് കേട്ടോ. പുഴയിലേക്കൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴല്ലോ വല്ലാത്തൊരു ആനന്ദം. കാരണം നമ്മൾ ഈ പുഴയ്ക്കകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക, ചെറുപ്പകാലത്തൊക്കെ ഈ കല്ലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ മേളിലേക്ക് ഇങ്ങനെ എറിഞ്ഞിട്ട് തവളയാറുടെ പോലെ ചാടി പോകുന്ന ഒരു ഓർമ്മ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ. അത്ര മനോഹരമായിട്ടുള്ള ഒരു ബാല്യകാലമായിരുന്നു അല്ലേ നമ്മുടെയൊക്കെ. ഇന്നത്തെ കുട്ടികൾ എന്താ പറയണേ, അങ്ങനെയൊന്നും ആസ്വദിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയേണ്ടി വരും. എന്താണെങ്കിലും നമ്മളിപ്പം നിൽക്കുന്ന ഈ പുഴ എന്ന് പറയുന്നത് ശരിക്കും നല്ലതണ്ണി ആറാണ്, നല്ലതണ്ണി പുഴയാണ്. ഇത് പ്രളയത്തിൻ്റെ സമയത്ത് ഇതാ കാണുന്ന അങ്ങേറ്റം കാണുന്ന ആ നമ്മുടെ ലയമൊക്കെ കണ്ടില്ലേ, ആ ലയത്തിൻ്റെ ഒക്കെ മുറ്റത്തോടെയും വീടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി അങ്ങനെ ഒഴുകിയ ഒരു മേഖലയാണ്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഉരുളൻ കല്ലുകളും എല്ലാം ഇങ്ങനെ കരയ്ക്ക് കയറ്റി ഇട്ടിട്ടാണ് പിന്നീട് ഈ വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള ഒരു ക്രമീകരണം ഇവിടെ ഉണ്ടാക്കിയിട്ടത്. അപ്പോൾ ആ പ്രളയത്തിന് ഇവിടെ എന്തായിരിക്കും അല്ലേ സംഭവിച്ചത് ഒന്ന് ഓർത്ത് നോക്കി. അപ്പോൾ പെരിയൂര പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായാലും അതിൻ്റെ അപ്രോച്ച് റോഡും അതുപോലെ റോഡിൻ്റെ സൈഡ് നിർമ്മാണമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റോഡൊക്കെ ഒന്ന് വികസിപ്പിക്കേണ്ടതായ ആവശ്യകത പണ്ടേ കഴിഞ്ഞതാണ്. കാരണം അതുപോലെ ടൂറിസ്റ്റുകൾ ദിനം പ്രതി കടന്നു പോകുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ മേഖലയിലൊക്കെ നമുക്ക് JCB ഒക്കെ നിന്ന് പണിയുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പെരിയൂര പാലത്തിൻ്റെയൊക്കെ അങ്ങനെ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ സൈഡിൽ നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് ഈ മേഖലയിലെ കാഴ്ചകൾ ഒക്കെ ഒന്ന് കാണണം. അപ്പോൾ അവിടെ നമുക്ക് JCB ഒക്കെ പണിയുന്നത് നമുക്ക് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഗ്രാൻഡിസ് മരങ്ങളുടെ ഒരു തോട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ കാണുന്ന മല ഉണ്ടോ, അതാണ് ഇരവികുളം നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഹിൽസാണ് അതിൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നത്. ഏതാണെങ്കിലും നമുക്ക് ഈ പാലത്തിലേക്ക് അടുത്ത് വരുമ്പോൾ ഇവിടെ 2 ടീ ഫാക്ടറി ഉണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ടേസ്റ്റുള്ള ടീ ഫാക്ടറിയാണ്. അപ്പോൾ ഈ പാലമാണ് 2018 പ്രളയത്തിൽ ഇവിടെ തകർന്നത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പാലം പുതുക്കി പണിത്.
കോവിഡിന് മുമ്പ് എഴുതിയിരിക്കുന്ന ബ്രേക്ക് ദ ചെയിൻ ഉണ്ട്. വീണ്ടും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസത്തെ വാർത്തകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോൾ എന്നാലും പെരിയോര പാലത്തേക്കടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. നടന്ന് നമ്മളിത് ഈ ഒരു മേഖലയിലേക്ക് നമുക്ക് നോക്കുമ്പോഴല്ലോ, നോക്കി അവിടെ വിറകൊക്കെ ഇങ്ങനെ അട്ടിയിട്ട് വെച്ചൊക്കെ കാണാം. അപ്പോൾ ഇവിടെയുള്ള ടീ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകാനുള്ള വിറകാണ് നമുക്ക് അവിടെ കാണുന്നത്. പെരിയോര പാലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മേഖലയിലെ ഒരു ചെറിയ ടൗണാണ്, ചെറിയൊരു സിറ്റിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാപ്പി അതുപോലെ ചായയൊക്കെ കുടിക്കാം. എന്നാണെങ്കിലും താഴേന്ന് ചായ കുടിച്ചിട്ട് നൈസായിട്ട് ഞാനും കൂടെ ഉണ്ട് നമ്മുടെ കണ്ണന്തേവൻ്റെ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴി കണ്ടു. അവരോട് ചോദിച്ചാൽ ചിലപ്പം കടത്തിവിടാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ അതായത് താഴേന്ന് മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ താഴെ കണ്ടോ ആ 2 ഫാക്ടറി നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മൾ ആദ്യം അവിടെ നിന്നത് അവിടെ അത് കണ്ടോ നമ്മൾ നല്ലതണ്ണി പുഴയൊക്കെ കഴിഞ്ഞിട്ട് പെരിയപുര ടൗണ് നമുക്കവിടെ കാണാൻ പറ്റും. പെരിയപുര ടൗണിൽ നിന്ന് ഞാൻ കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ വണ്ടി കൊണ്ട് കയറി വന്നു കേട്ടോ. അപ്പോൾ അവരോട് ചോദിച്ചാൽ കടത്തി വിടില്ല. ഇത് കണ്ണന്തേവൻ്റെ ഒരു പ്ലാന്റേഷനാണ്. പക്ഷേ ഇവിടെ ഈ മേഖലയിൽ ധാരാളം ആളുകളൊക്കെ താമസിക്കുന്ന മേഖലയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വൈബാണ് കാണുന്നത് കേട്ടോ. ഞാനൊരു ചായ കുടിച്ച് കയറി വന്നപ്പോൾ തന്നെ മൂന്നാറിലെ കാലാവസ്ഥ മാറി. ഇതും കൂടി നോക്കി അവിടെ എല്ലാം ഇപ്പം മൂടിക്കിടക്കുകയാണ്. അപ്പോൾ മൂന്നാറിലെ കാലാവസ്ഥകളൊക്കെ ഫുള്ള് അങ്ങ് മാറി കേട്ടോ. മാത്രമല്ല വെയിൽ കാർമേഘങ്ങളും ഇങ്ങനെ ഒളിച്ച് കളിക്കുകയാണ്. ചിലപ്പം വെയിൽ കയറും, ചിലപ്പം കാർമേഘം കയറും. അതാണ് ഇപ്പോൾ നിലവിൽ മൂന്നാറിലെ ഒരു അവസ്ഥ കേട്ടോ. എന്നാലും മഴയൊന്നുമില്ല. അപ്പോൾ അത് ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അക്കമാരൊക്കെ അവിടെ നിന്ന് നമ്മുടെ തേയിലയൊക്കെ ഇങ്ങനെ കൊളുന്തൊക്കെ എടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. എന്നാലും ഒത്തിരി ദൂരം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കൊച്ചു അരുവി നമുക്ക് താഴെ കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര രസമാണ്. കാരണം ആ 2 മലയുടെ ഇടയ്ക്കുന്ന ഒരു അരുവി ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു കാഴ്ച ഉണ്ടോ. എത്ര രസകരമായിട്ടുള്ളൊരു കാഴ്ച എന്ന് നോക്കി. ഞാൻ പറഞ്ഞില്ലേ വെയിലിങ്ങനെ ഒളിച്ച് കളിക്കുമെന്ന്. കാരണം കുറച്ചുകൂടെ വെയില, പിന്നെ കാർമേഘത്തിൻ്റെ നിഴല്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ കണ്ട ആ മലനിരകൾ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏരിയ ഫുള്ള് ഗ്രാൻഡീസ് ആട്ടോ. ആ ഒരു ഗ്രാൻഡീസ് മരങ്ങളുടെ ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെയൊക്കെ ഒതുക്കിയിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു വരികയാണ് ചെയ്തത് കേട്ടോ. വാ, വാട്ട് എ ബ്യൂട്ടിയില്ലേ. എത്ര രസകരമായിട്ടുള്ള കാഴ്ച നോക്കി. ആ തേയില ഇങ്ങനെ പച്ച പരവതാരി വിരിച്ച പോലെ കിടക്കുന്ന ഒരു കാഴ്ചകളല്ലേ. വളരെ മനോഹരം. എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു ചെറു വഴിക്കടെ നമ്മളങ്ങനെ കയറിപ്പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. നമ്മുടെ പെരിയപുര പാലമൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇടത്തേക്കാം. പക്ഷേ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലേ നമ്മൾ ഇവിടെ ഒരു വണ്ടി അങ്ങോട്ട് നിർത്തി. അപ്പോൾ താഴേക്കടെ നമ്മുടെ പെരിയപുര പാലത്തേക്കടെ വാഹനങ്ങളൊക്കെ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ ടീ ഫാക്ടറിയുടെ കാഴ്ച ഉണ്ടോ, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. ശരിക്കും ആകാശത്തിലെ സ്കൈ ഒക്കെ അങ്ങോട്ട് തെളിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ നല്ലതണ്ണി പുഴ അതിൻ്റെ ഓപ്പോസിറ്റ്, ആദ്യം നമ്മൾ അക്കർ സൈഡിലാണ് നമ്മൾ നിന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മലയിലാണ് നമ്മളിപ്പം വന്ന് നിൽക്കുന്നത്. ഇതിന് തൊട്ട് താഴെ ഫുള്ള് ലയങ്ങളാട്ടോ. അപ്പോൾ ഈ ലയങ്ങളിലൊക്കെ 2018 പ്രളയത്തിന് വെള്ളം കയറിയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫുള്ള് ലയങ്ങളാണ്. നമ്മുടെ തോട്ടം മേഖലയിൽ പണിയെടുക്കുന്നവരും അതുപോലെ ഈ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ലയങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് ഫാക്ടറിക്ക് ഉള്ളിലേക്കൊന്നും പ്രവേശനമില്ല. നമുക്കങ്ങനെ കിട്ടുമെന്നൊന്നും അറിയത്തില്ല, പ്രത്യേകിച്ച് കണ്ണന്തേവൻ്റെ ഒക്കെ അല്ലേ. അപ്പോൾ തേയില ഉണ്ടാക്കുന്ന കാഴ്ചകൾ മറ്റേതെങ്കിലും ഒരു ഫാക്ടറിയുടെ കിട്ടിയാൽ നമ്മൾ വലിയ താമസം ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമ്മൾ ആ ഫാക്ടറിയുടെ തൊട്ട് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. നമ്മുടെ തേയില ഇങ്ങനെ ചതച്ചരച്ച് തേയിലപ്പൊടി ആക്കണതിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ ഈ ഫാക്ടറി എന്ന് പറഞ്ഞാൽ പെരിയപുര ഫാക്ടറി തന്നെയാണ്. അങ്ങനെ 2 ടീ ഫാക്ടറി ഉള്ള ഒരു മേഖലയാണിത്. എന്നാണെങ്കിലും ഈ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക്.
ആദ്യം പറഞ്ഞില്ലേ മഞ്ഞ് വീഴുന്ന ഒരു ഗ്രൗണ്ട് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. ഇതേ നല്ലതണ്ണി പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്രൗണ്ടാണ് ഈ കാണുന്ന ഗ്രൗണ്ട് കേട്ടോ. അവിടെ പശുക്കളൊക്കെ ഇപ്പോൾ നിലവിൽ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ലക്ഷണം കണ്ടിട്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫുട്ബോൾ പോസ്റ്റൊക്കെ ഗോൾ പോസ്റ്റൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോകുന്നില്ല. കാരണം ആനയും കടുവയും പുലിയൊക്കെ ഉള്ളൊരു നാടായിട്ട് നമ്മുടെ മൂന്നാർ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഗ്രൗണ്ടാണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ട ആ ഗ്രൗണ്ടിന് അവിടെ നിന്ന് നമ്മളിങ്ങനെ തിരിച്ചിങ്ങോട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് നേരത്തെ ഉണ്ടായിരുന്നു തോന്നുന്നു. ആ മരമൊക്കെ നിൽക്കുന്നുണ്ടോ. അപ്പം ഇവിടെ എല്ലാം പ്രളയത്തിന് വെള്ളം കയറി ഫുള്ള് നശിച്ചു പോയതാണ്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ മറ്റൊരു തേയില ഫാക്ടറികളെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കരയിൽ നയമ്പക്കാട് എസ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. കന്നിമല ഡിവിഷൻ തന്നെയാണ് ആ ഫാക്ടറി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചി എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നമ്മുടെ പെരുവുര പാലവും അതിന് ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു. മൂന്നാർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്വർഗം തന്നെയല്ലേ. തെക്കിൻ്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കുന്ന മൂന്നാർ ഇന്ന് അനേകം ആളുകളാണ് കടന്നു തന്നെ. ഇനിയും ഏറെ കാഴ്ചകൾ നമുക്ക് മൂന്നാറിന് ചുറ്റുമുണ്ട്. ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ കാണിക്കാം. ഉറപ്പായിട്ടും നമ്മുടെ ഈ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഓളാക്കി വെക്കുകയും ചെയ്യണം കേട്ടോ. മാത്രമല്ല ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും ഒത്തുകൂടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.